3.5 വർഷവും 4 വർഷവും ലക്ഷങ്ങൾ മുടക്കി പഠിച്ചിട്ട് ഒരു നഴ്സിന് കിട്ടുന്ന തുച്ഛമായ സാലറിയാണ്. തുച്ഛമായ സാലറി ആണെന്ന് പറയാതിരിക്കാൻ വയ്യ. കാരണം ഇപ്പൊ നഴ്സുമാരെ ഭൂമിയിലെ മാലാകന്മാരെന്നൊക്കെ വിശേഷിപ്പിക്കുന്നുണ്ട്. വളരെ നല്ല കാര്യം, സന്തോഷമുണ്ട്. പക്ഷേ ഒരു മാലാഖയാണ് വരുന്നതെന്ന് പറഞ്ഞിട്ട് സ്റ്റേഷനറി കടയിൽ ചെന്ന് നമ്മൾ സാധനങ്ങൾ വാങ്ങിക്കുമ്പോൾ അവരെന്തെങ്കിലും ഡിഡക്ഷൻ ചെയ്തു തരുമോ? ഇല്ലല്ലോ. നമ്മൾ ആ പേയ്മെന്റ് ഫുള്ള് ചെയ്യണം. എല്ലാം പോട്ടെ, നമ്മളൊന്ന് ഹോസ്പിറ്റലിൽ പോയി ട്രീറ്റ്മെന്റിന് പോയി, നമുക്ക് ഇൻഷുറൻസ് ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പൈസ അവർ കുറച്ച് തരുമോ? അവർ പറയുന്ന പേയ്മെന്റ് നമ്മൾ ചെയ്യണ്ടേ? അപ്പൊ ഈ ഒരു മാലാഖ എന്നൊരു വിശേഷണം മാത്രം കിട്ടിയാൽ മതിയോ? സാലറിയും വേണ്ടേ? ഇപ്പൊ പറയുന്ന 40,000 രൂപ എന്ന് പറയുന്നത് ന്യായമായ ഒരു സാലറിയാണ്. നമ്മുടെ ഈ ഒരു കാലഘട്ടത്തിൽ ജീവിക്കാനായിട്ട് അത്രയും പൈസ എങ്കിലും നമ്മൾക്ക് വേണം. നമ്മുടെ സിസ്റ്റം അത് ഫെയിലിയർ ആണ് പറയാതിരിക്കാൻ വയ്യ. എന്തുകൊണ്ടാണ് കേരളത്തിലെ നഴ്സുമാര് അന്യ സംസ്ഥാനങ്ങളിൽ പോകുന്നുണ്ട്, അന്യ സംസ്ഥാനങ്ങളിൽ ഇതിലും സാലറി കിട്ടുന്നുണ്ട്, അന്യ രാജ്യങ്ങളിൽ പോകുന്നു? ആർക്കെങ്കിലും താല്പര്യം ഉണ്ടാവും അവൻ്റെ സ്വന്തം നാടും വീടും മക്കളെയും എല്ലാം ഉപേക്ഷിച്ചിട്ട് മറ്റു രാജ്യങ്ങളിൽ പോകാൻ ആരെങ്കിലും ഇഷ്ടപ്പെടും? എന്തുകൊണ്ടാണ് പോകുന്നത്? സിറ്റുവേഷൻ. നമ്മൾ ഇത്രയും ലക്ഷങ്ങൾ മുടക്കി പഠിച്ചു, ചിലപ്പോൾ പഠിച്ചതിൻ്റെ പൈസ കൊടുക്കാനുണ്ടാവും. അതുപോലെ നമ്മുടെ വീട്ടിലെ ചിലവുകൾ കാര്യങ്ങളെല്ലാം നിയന്ത്രിക്കണമെങ്കിൽ പറയുന്ന നിസ്സാര സാലറി 28 പോലും കിട്ടുന്നില്ല. ഇപ്പോൾ 28എങ്കിലും കൊടുക്കണമെന്ന് പറയുന്നുണ്ട് അതായത് 800 ബെഡിൽ താഴെയുള്ള ഹോസ്പിറ്റലിൽ. അങ്ങനെ അതുപോലും കിട്ടുന്നില്ല. എനിക്കറിയാവുന്ന പല കുട്ടികളുമുണ്ട് പഠിച്ചിറങ്ങി 1 ഇയർ ആയിട്ടും 10,000 രൂപയിൽ സാലറി ഇപ്പോഴും ജോലി എടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ആ പൈസ കൊണ്ട് ഇപ്പോഴത്തെ കാലത്ത് എന്താണ് പറ്റുക? നമ്മളൊരു ഹോസ്പിറ്റൽ ട്രീറ്റ്മെന്റ് ചെന്നാൽ തന്നെ നമുക്ക് എത്ര രൂപ ചിലവാകും? മനുഷ്യനെ അസുഖം വന്നാൽ ചികിത്സിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ചോദിക്കും ഗവൺമെന്റ് ഹോസ്പിറ്റലിലെന്ന്. ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ കിട്ടാത്ത പല ഫെസിലിറ്റീസും ഇന്ന് പ്രൈവറ്റ് ഹോസ്പിറ്റലുണ്ട്. എല്ലാവർക്കും അവനവൻ്റെ ജീവനാണ് വലുത്. എന്തുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ കഷ്ടപ്പെടുന്നത്? പണത്തിന് വേണ്ടിയാണ്. ആരും ആയിക്കോട്ടെ, എല്ലാവരും പണത്തിന് വേണ്ടിയിട്ടാണ് ഈ നെട്ടോട്ടം ഓടുന്നത്. അപ്പോൾ നമ്മുടെ നാട്ടിൽ അറ്റ്ലീസ്റ്റ് ഈ പറയുന്ന ഒരു ന്യായമായ ഒരു എമൗണ്ടാണ് 40,000 രൂപ കൊടുക്കാനായിട്ട് സർക്കാർ ഇടപെടണമെന്ന് അഭ്യർത്ഥിക്കുന്നു. സർക്കാർ മാത്രമല്ല, ഹോസ്പിറ്റൽ മാനേജ്മെന്റും ഇതിന് മുൻകൈ എടുത്തുകൊണ്ട് നഴ്സുമാരുടെ ഈ ഒരു ആവശ്യം, ന്യായമായ ഒരു ആവശ്യം നടത്തി കൊടുക്കണം. നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ പലരും പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്, ജീവിച്ചിരിക്കുമ്പോഴാണ് നമ്മൾ ചെയ്യേണ്ടത്, മരിച്ചു കഴിഞ്ഞിട്ടില്ല. ഇപ്പൊ ഒരു നഴ്സ് മരിച്ചു കഴിഞ്ഞാൽ ഭൂമിയിലെ മാലാഖിയായിരുന്നു എന്നൊക്കെ പറഞ്ഞ് വാഴ്ത്തിപ്പാടും അല്ലേ? മരിച്ചു കഴിയുമ്പോൾ. ജീവനോടെ ഇരിക്കുമ്പോഴോ? ഞാൻ ഒരു എക്സാമ്പിൾ ഞാൻ പറയാണ്. പെരുമ്പാവൂരിലും ഒരു നിയമ വിദ്യാർത്ഥിനി ഉണ്ടായിരുന്നു, ജിഷ എന്ന് പറയുന്ന ഒരു കുട്ടി. വളരെ മൃഗീയമായി കൊല്ലപ്പെട്ടു. നമ്മളെല്ലാവരും ആ ന്യൂസ് കണ്ടതാണ്. ആ സമയത്ത് കേരളം മൊത്തം നടങ്ങിയൊരു വാർത്തയായിരുന്നു. ജിഷ മരിച്ചതിന് ശേഷം ജിഷയുടെ അമ്മയ്ക്ക് എത്രയോ നാട്ടുകാരും എല്ലാവരുടെയും പിരിവിട്ടിട്ട് കുറെ ലക്ഷം പൈസ അവരുടെ അക്കൗണ്ടിൽ വന്നു എന്നൊക്കെ പറഞ്ഞ് പിന്നീട് കുറെ നാളഞ്ഞപ്പോൾ വാർത്തയിൽ ഇങ്ങനെ അവർ ഏതൊരു ബ്യൂട്ടി പാർലറിൽ പോയി ബ്യൂട്ടീഷ്യൻ ചെയ്തു. പിന്നെ അതിങ്ങനെ സെൻസേഷണൽ ന്യൂസ് പോലെ റീൽസിലും എല്ലായിടത്തും കണ്ട് അവരിങ്ങനെ കുറെ ആൾക്കാർ വളരെ മോശമായ രീതിയിലൊക്കെ കമന്റ് ഇടുന്നുണ്ടായിരുന്നു. പിന്നെ അവരിടക്കിടക്ക് വീഡിയോസിലൊക്കെ വന്നിട്ട് പറയും ഞങ്ങൾക്ക് അവരൊരു എന്താ പറയുക, എനിക്ക് തോന്നുന്നു അവർ അധികം പഠിപ്പൊന്നും ഇല്ലാത്തൊരു സാധുവായ ഒരു സ്ത്രീ ആയിരുന്നു ആ ഒരു അമ്മ. അപ്പൊ അവർ ആ ഒരു പ്രായത്തിന്റെ എന്തെങ്കിലും പരിഗണിക്കണമായിരുന്നു എന്നാണ് ഞാൻ പറയുന്നത്. കാരണം ഒരുപാട് ആൾക്കാർ കളിയാക്കിക്കൊണ്ടുള്ള വീഡിയോസും കുറെ മോശം കമന്റുകളൊക്കെ ഞാനും വായിച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ ഇന്നിത് പറയാനുള്ള കാര്യം, ഇന്നലെ അമ്മ മരിച്ചു. അതിന്റെ താഴെ വന്ന കമന്റ് കണ്ടപ്പോൾ സത്യം പറഞ്ഞ് ഞെട്ടിപ്പോയി. അമ്മയെ കുറിച്ച് ഡിഗ്രേഡ് ചെയ്തുള്ള യാതൊരു കമന്റും ഇല്ല. മരിച്ചു കഴിഞ്ഞപ്പോൾ എന്താ അമ്മയുടെ അടുത്ത് സ്നേഹം. പക്ഷെ അമ്മ ജീവിച്ചിരിക്കുന്ന സമയത്ത് ഇനി ആ ഒരു അമ്മയെ പറയാത്തതൊന്നുമില്ല. സ്വന്തം മകളെ കൊന്നിട്ട് പൈസ കിട്ടിയിട്ട് അടിച്ചു പൊളിക്കുന്നു, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു. പക്ഷേ അവർ മരിക്കുന്നതിന് മുമ്പ് നമ്മുടെ എറണാകുളം മറൈൻ ഡ്രൈവില് കുട്ടികൾക്കെല്ലാം മിഠായി വിറ്റിട്ടാണ് അവർ ജീവിച്ചത്. അപ്പോൾ അവരുടെ കയ്യിൽ ഇത്രയും ലക്ഷങ്ങൾ ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ അവരങ്ങനെ ചെയ്യുമോ? കാരണം ഞാൻ അന്ന് അവർ പറയുന്ന പല വാർത്തകളും കേട്ടിട്ടുണ്ട്. അവർക്ക് ഇങ്ങനെ ബാങ്കിൽ പൈസ ഉണ്ട്, പക്ഷെ അത് കളക്ടർ വഴിയൊക്കെ എടുക്കാനും പറ്റുള്ളൂ. അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ അവർ പറയുന്നത് കേട്ടിട്ടുണ്ട്. എനിക്ക് പൈസ ഒന്നും ചെലവാക്കാനും പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞ അമ്മ പറഞ്ഞ പല വീഡിയോസും ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ ഇന്ന് ഞാനിപ്പോൾ എടുത്ത് പറഞ്ഞതാണ്ടോ, മരിച്ചു കഴിയുമ്പോൾ മാത്രമാണ് നമുക്കൊക്കെ ഒരു വിലയുള്ളൂ. ഇപ്പൊ അമ്മയ്ക്ക് പറയാത്തൊന്നുമില്ല. ഒരു നിയമ വിദ്യാർത്ഥിയുടെ അമ്മയായിരുന്നു, മകള് പഠിച്ച് അഡ്വക്കേറ്റ് ആയിരുന്നെങ്കിൽ അമ്മയ്ക്ക് ഈ അവസ്ഥ വരില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കമന്റുകളുണ്ട്. കാരണം അവർക്ക് ജീവിക്കാൻ മാർഗമില്ലാതെ പട്ടിണിയും ബുദ്ധിമുട്ടുകളൊക്കെ ആയിട്ടാണ് മരിച്ചതെന്നൊക്കെ പല കമന്റുകളിലും കണ്ടു. അപ്പൊ ഇന്ന് അവരെ കുറിച്ച് വളരെ നല്ല രീതിയിൽ പറയുന്നു. പക്ഷെ അമ്മ അറിയുന്നുണ്ടോ അമ്മ ജീവിച്ചിരിക്കുന്ന സമയത്ത് എത്രമാത്രം കമന്റുകളൊക്കെയാണ് ഇട്ടത്? അപ്പൊ അതുപോലെയുള്ള മനുഷ്യന്റെ കാര്യം. ഞാനിപ്പോൾ ഇന്നത് പറഞ്ഞത്, നമ്മൾ ജീവിച്ചിരിക്കുമ്പോഴാണ് നമ്മൾ എന്തെങ്കിലും ചെയ്യേണ്ടത്. അപ്പോൾ എല്ലാവർക്കും ഇപ്പോൾ ഒരു ഈഗോയാണ്. ഇപ്പൊ മാനേജ്മെന്റിനായിക്കോട്ടെ, ഞാൻ അത്ര സാലറി ചോദിക്കുന്നു, കൊടുക്കില്ല എന്നുള്ളൊരു വാശിയിലവരും. എന്നാലും ഞങ്ങൾക്ക് നേടിയെടുത്തേ പതിയാവൂ എന്ന് പറഞ്ഞുകൊണ്ട് നഴ്സുമാരും. പക്ഷെ അവർ ചോദിക്കുന്നത്, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും, ന്യായമായ ഒരു കാര്യമല്ല അവർ ചോദിക്കുന്നത്. ഇന്നത്തെ സാഹചര്യത്തിൽ ജീവിക്കാനായിട്ട് നമുക്ക് എത്ര രൂപ, ഈ 40,000 രൂപ കൊണ്ട് പോലും തികയില്ല. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ ഈ ഒരു പറയുന്ന പൈസ, ന്യായമായ ഒരു എമൗണ്ട് അംഗീകരിക്കണമെന്ന് താഴ്മയായി അഭ്യർത്ഥിക്കുന്നത് പോലെ തന്നെ നമുക്ക് മനസ്സൊരുക്കി പ്രാർത്ഥിക്കാം. എന്നല്ലാതെ ഒന്നും പറയാനില്ല.